ഇത് ഞാൻ മോൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ കാഷ്വൽ വെയർ ആണ് കേട്ടോ. നല്ല കോട്ടണിൽ സിമ്പിളായിട്ട് ഇട്ട് നടക്കാൻ പറ്റുന്ന, ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കോഡ് സെറ്റാണിത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള നെക്ക്, ഹോൾട്ടർ നെക്ക് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റി പോകുന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സിമ്പിളായിട്ട് തന്നെ വളരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കി ചെയ്തതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പാണ്. പാൻസിന് പിന്നെ അരമണിക്കൂർ പോലും വേണ്ട, അത്രയും സിമ്പിളാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം പോണത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. ഇതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തലയിലാണ്. ഓക്കെ, ആം ഹോൾ ഇത്ര ലെങ്ത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ച് ചെയ്യണം. പക്ഷേ ഞാനൊരു വഴി കണ്ടുപിടിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒരു പേപ്പറിൽ ഒന്ന് മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ, ജസ്റ്റ് ആ മോഡലൊന്ന് വരയ്ക്കുന്നു, അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം എഴുതി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ ഇത് കട്ട് ചെയ്തെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ തന്നെയാണോ എന്ന് ഒരു സംശയം എനിക്കുണ്ടായി. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ആ ഉദ്ദേശിച്ച ആൾക്ക് കൊടുത്ത് അവരത് ഇട്ട് കാണണം, എന്നാലെയാണ് എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. മിക്കവാറും അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ സ്ട്രെച്ചിന് ആ ഡ്രസ്സ് ഫുള്ള് തയ്ച്ചെടുക്കും. ഇപ്പോൾ ഈ തയ്ച്ച ഡ്രസ്സൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പണിയെല്ലാം തീർത്ത് എന്നെ ഒരു കാര്യത്തിനും ആരും വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കാനുള്ള എല്ലാ സാഹചര്യവും ഞാൻ ഒഴിവാക്കിയിട്ട് എനിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഞാൻ മുകളിലോട്ട് പോയി എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്തിരുന്ന് നല്ലൊരു പാട്ടെല്ലാം കേട്ടൊരു മെഡിറ്റേഷൻ പോലെയാണ്. എനിക്ക് അത്ര എൻജോയ് ചെയ്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് എൻ്റെ സ്റ്റിച്ചിങ് പോണത്. ഇടയ്ക്ക് എനിക്ക് ഇതിൻ്റെ ആളെ ഒന്ന് വേണ്ടി വരും, ഒന്ന് ഇടിച്ച് നോക്കേണ്ടി വരും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാം. കാരണം പുതിയ ഒരു പാറ്റേണൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫോൾട്ട് വരുമല്ലോ, എനിക്കെന്തായാലും വരും, ഉറപ്പാണ്. അങ്ങനെ ചെറിയൊരു ഫോൾട്ട് ഇവിടെയും വന്നായിരുന്നു. കഴുത്ത് മുഴുവനായിട്ട് കയറുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ബാക്കിലെ കട്ട് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടാമതൊരു ടൈം കൂടെ വെക്കേണ്ടി വന്നത്. അതൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ അല്ലേ. തയ്ച്ച് കഴിഞ്ഞ് ഇട്ടതിന് ശേഷം അമ്മേ സംഭവം കൊള്ളാലോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു ചിക്കൻ ബിരിയാണി കഴിച്ച പോലെ എനിക്ക് കിട്ടാറില്ല കേട്ടോ. പിന്നെ തയ്യലൊക്കെ എന്തൊരു എളുപ്പം. ഈ മോഡലിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ